റോണി, യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഏത് കാലത്തേക്കും അതിന് ആയുസ്സുള്ള ഒന്നാണെന്ന് നമുക്കറിയാം. ആ രീതിയിൽ അതിങ്ങനെ പറഞ്ഞു നടക്കാൻ കഴിയും. അങ്ങനെ കാലങ്ങളോളം പറഞ്ഞു നടക്കാമായിരുന്ന ഒന്നാണോ കുഴൽനാടനായിട്ട് ഇല്ലാതാക്കിയത്? ഞാനത് വെറുതെ പറയുന്നില്ല. ഇപ്പോൾ ഹർജികൾ, ഇപ്പോൾ വിജിലൻസ് കോടതിയിലെ കുഴൽനാടൻ്റെ ഹർജി രേഖകളൊക്കെ പരിശോധിച്ച്, കുഴൽനാടൻ സമർപ്പിച്ച രേഖകളൊക്കെ പരിശോധിച്ച് അതിന്മേൽ വാദം കേട്ട് തള്ളുക മാത്രമല്ല ചെയ്തത്, തള്ളുന്ന കൂട്ടത്തിൽ പലതും പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതി പറഞ്ഞതുകൂടി സംഭവിച്ചതോടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം ഇല്ലാതായല്ലോ. ശരത്തിന്റെ ഇൻട്രോ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ നിയമ പോരാട്ടത്തിന് ഒരു പൂർണ്ണ വിരാമം ഇട്ടു എന്നാണ് അങ്ങയുടെ ഇൻട്രോ വഴി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ നമുക്കറിയാം, ഇതൊരു നിയമ പോരാട്ടത്തിന് തുടക്കം മാത്രമാണ്. ഇവിടെ പരാജയപ്പെട്ടു, അല്ലെ മാത്യു കുഴൽനാടൻ പരാജയപ്പെട്ടു, തോറ്റു പിൻവാങ്ങി എന്നൊന്നും ഇതുകൊണ്ട് അർത്ഥമില്ല. അദ്ദേഹം ഒരു സെറ്റ് ബാക്ക് എന്ന് മീൻസ് ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം അവസാനിച്ചു എന്നുള്ളതല്ല. കാരണം ഒരു നിയമ പോരാട്ടം, കാരണം നമുക്കറിയാം ഏതൊരു നിയമ പോരാട്ടമാണെങ്കിലും അത് വിജിലൻസ് കോടതിയുണ്ട്, അതിന് മുകളിൽ ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അവിടം വരെ ചെന്ന് ഏത് പോരാട്ടമാണെങ്കിലും. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടാലും സ്വാഭാവികമായിട്ടും അതും എത്താൻ പോകുന്നത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് സ്വാഭാവികമായും വിജിലൻസ് കോടതി വിധി വരുമ്പോൾ അതിനെതിരെ ഹൈക്കോടതിയും സുപ്രീം കോടതിയിലും ഒക്കെ പോകും. പക്ഷെ ഇവിടെ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഇപ്പോഴും പ്രഥമ ദൃഷ്ടിയ അത് പിന്നെ ആ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്ന ഗവൺമെന്റ് ഒക്കെ മറുപടി നൽകി, അല്ല മുഖ്യമന്ത്രിയൊക്കെ ഇതിനകത്ത് മറുപടി നൽകി എന്നാണ് ഇൻട്രോയിൽ പറഞ്ഞത്. ഈ ഉയർന്ന ആരോപണങ്ങളിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോ ഈ ആരോപണങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മറുപടി നൽകിയതായി ഞങ്ങളുടെ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുപോട്ടെ, കോടതിയിൽ ആ വാദം കൂടി കേട്ടും ആ രേഖകൾ പരിശോധിച്ചുമല്ലേ കോടതി വിധി പറഞ്ഞത്? ഇനി റോണി പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി മൗനം, സഭയിൽ പറഞ്ഞതും തൃപ്തിയല്ല, സഭയ്ക്ക് പുറത്തു പറഞ്ഞതും തൃപ്തിയല്ല എന്നിരിക്കട്ടെ. പക്ഷേ ഈ ഹർജിയിൽ സർക്കാർ വാദം, വിജിലൻസ് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ ഇതിന് ഓരോന്നിനും മറുപടി കൂടി പറഞ്ഞതുകൂടി കേട്ടുകൊണ്ടാണല്ലോ ആ ദീർഘമായ വിധിന്യായം വന്നിട്ടുള്ളത്. റോണി, ശരത്ത്, ഞാൻ രണ്ട് കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട കേസുകളുമായി ഒക്കെ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തകർക്കെതിരെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. അത് ലളിതാകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP 2013 വന്ന വിധിയാണ്. ആ വിധിയിൽ വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട്, പൊതുപ്രവർത്തകർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ വന്നാൽ അവരിൽ തന്നെ നിന്നുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്ത ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ, അതിന് അങ്ങനെ പറയുന്നത്, അല്ലാതെ ഒരു പ്രിലിമിനറി എൻക്വയറി എന്നോ പ്രാഥമിക പരിശോധന എന്നല്ല, ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ, അത് ഇത്ര ദിവസം സമയപരിധിക്കുള്ളിൽ വിജിലൻസ് നടത്തണം. ആ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം ഇത് പ്രഥമ ദൃഷ്ടിയ ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എങ്കിൽ ഇപ്പോൾ തന്നെ വിജിലൻസ് ആ ചാർട്ടർ അവിടെ അടയ്ക്കാമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, മാത്യു കുഴൽനാടൻ ഈ വിജിലൻസ് കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് പരാതിയുമായി അദ്ദേഹം സമീപിച്ചത് വിജിലൻസ് ഡയറക്ടറെ. പക്ഷെ വിജിലൻസ് ഡയറക്ടർ ആ പരാതി മേടിക്കുകയല്ലാതെ അതിൽ ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല. അവിടെ നിയമപരമായിട്ടുള്ള ഒരു പാലിച്ച് ഒന്ന്. രണ്ട്, ഇവിടെ വന്ന കാതലായ രണ്ട് ആരോപണങ്ങൾ ഉത്തരദൃഷ്ടിയ. ഒന്നാമത്തെ ആരോപണം എന്താ? ഇവിടെ ഈ പറയുന്ന KREML എന്ന് പറയുന്ന കമ്പനിക്ക് ഭൂപരിധി, അല്ലെ ഭൂപരിഷ്കരണ നിയമത്തിന് പരിധിക്കപ്പുറം, അല്ലെങ്കിൽ ഭൂപരിധി നിയമത്തിനപ്പുറം ഭൂമി കൈവശം വയ്ക്കുവാൻ അത് റവന്യൂ വകുപ്പിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി എന്നെ തലവിട്ടു. അവിടെ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് വളരെ സംശയാസ്പദമാണ്, ദുരൂഹമാണ് ആ ഇടപെട്ടു. ക്യാബിനറ്റ് മിനിറ്റ്സ് ഉൾപ്പെടെ ക്യാബിനറ്റ്, അതാണല്ലോ ഇവിടെ റവന്യൂ വകുപ്പ് പോലും തള്ളിക്കളഞ്ഞ ഒരു അപേക്ഷ, അല്ലെങ്കിൽ ജില്ലാ ബോർഡ് കൂടി 3 തവണ അനുമതി നിഷേധിച്ച ഒരു കാര്യം. കാരണം ഭൂപരിധി നിയമത്തിന് മുഖ്യമന്ത്രിയുടെ പാർട്ടി പറഞ്ഞാൽ മതി. റോണിയ, മുഖ്യമന്ത്രിയുടെ പാർട്ടി പറഞ്ഞാൽ മതി. അതിലാണല്ലോ ഇടപെട്ടു എങ്ങനെ മന്ത്രിസഭയുടെ തലവൻ എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും അറിയാലോ, മുഖ്യമന്ത്രിയുടെ പ്രത്യേക റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ച ഒരു ഫയൽ, ജില്ലാ ബോർഡ് 3 തവണ അനുമതി നിഷേധിച്ച ഒരു കാര്യം. അതിന്റെ അകത്ത് എങ്ങനെ ഇവർക്ക് ഈ പറയുന്ന ഭൂപരിധി നിയമത്തിനപ്പുറം ഭൂമി കൈവശം വയ്ക്കാൻ കഴിഞ്ഞു? ഇളവ് കൊടുത്തു എന്നാണോ? കാരണം അതിനകത്ത് ലീഗലി എന്താണെന്നറിയോ? ലീഗലി
കുഴൽനാടന് കോടതി കൊടുത്ത കേസിൽ പോലും അതില്ല. കുഴൽനാടൻ പോലും പറഞ്ഞത്, വാദത്തിൽ പറഞ്ഞ ഭാവിയിൽ അങ്ങനെ സംഭവിച്ചേക്കാം. എനിക്കറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ. റോണി ഇപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി ഇടപെട്ടു. കോടതി വിധി വന്നതിന് ശേഷവും റോണിയെ പോലെ ഒരു കോൺഗ്രസ് നേതാവ് ഈ ചർച്ചയിൽ അങ്ങനെ പറയുമ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവ് സെൻസാണ് ആ പറഞ്ഞത്. മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് പറയുന്നത് ഏത് വിധത്തിലാണ് റോണി വിശദീകരിക്കുന്നത്? അതുകൂടി കേട്ട ശേഷം ഞാൻ ഷിജു ഖാനിലേക്ക് പറയാം. ഒന്ന്, ഈ പറയുന്ന ജില്ലാ ലാൻഡ് ബോർഡ് തള്ളിക്കളഞ്ഞ ഒരു കാര്യം. രണ്ട്, റവന്യൂ വകുപ്പ് തള്ളിക്കളഞ്ഞ ഒരു കാര്യം. ആ കാര്യത്തിന് മുകളിൽ ക്യാബിനറ്റ് കൂടി, ക്യാബിനറ്റ് കൃത്യമായിട്ടുള്ള ക്യാബിനറ്റ് മിനിറ്റ്സ്, ആ മിനിറ്റ്സിന്റെ രേഖ ഞങ്ങളും ഹാജരാക്കി. അതിലെന്താ പറയുന്നത്? പക്ഷെ അതിനകത്ത് വന്നൊരു പ്രശ്നം, ആ ഈ പറയുന്ന ക്യാബിനറ്റ് നോട്ടിൽ ക്യാബിനറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഇത് ഈ പറയുന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ പരിഗണനയ്ക്ക് വിടണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? അഴിമതി നടക്കുന്നതിനോടൊപ്പം തന്നെ ബുദ്ധിപരമായ അഴിമതി മൂടി വെക്കുവാൻ, കാരണം പിടിക്കപ്പെടാതിരിക്കുവാൻ കൃത്യമായി കാരണം എന്താ? ഈ നിയമത്തെ മറികടക്കുവാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം മേടിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് എന്നിട്ട് അവർക്ക് ഇളവ് കൊടുത്തോ? അതുകൊണ്ടാണല്ലോ അവർ ഭൂമി കൈവശം വെച്ചത്. ഇളവാണ് പ്രശ്നം. ഭൂമി കൈവശം വെക്കുന്ന ഉടമസ്ഥതയിൽ ഭൂമി വാങ്ങിയത് വെക്കുന്നത് തെറ്റില്ല. ഭൂപരിധിയിൽ ഇളവ് കൊടുത്തോ? ചോദ്യം അതാണ്. ഈ സർക്കാർ ഭൂപരിധിയിൽ ഇളവ് കൊടുത്തോ? അതാണല്ലോ ഇടപെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് നേട്ടമുണ്ടാകണം എങ്കിൽ വഴിവിട്ട രീതിയിൽ മുഖ്യമന്ത്രി താല്പര്യാർത്ഥം ഇടപെട്ട് അത് സാധ്യമാക്കി കൊടുക്കണം. അങ്ങനെ ഭൂപരിധിയിൽ ഇളവ് ഈ സർക്കാരിൻ്റെ കാലത്ത് ലാൻഡ് ബോർഡ് CMRL-നോ അവരുടെ കമ്പനിക്കോ നൽകിയിട്ടുണ്ടോ? അവരുടെ ഭൂമിക്കോ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെയല്ലല്ലോ. ഇതിന് ഉത്തരം പറയും. കിട്ടിയിട്ടുണ്ടോ? തീർന്നു, കേസ് ഇവിടെ തീർന്നു. നിയമപരമായി അല്ല ഇവര് ഭൂമി കൈവശം വെച്ചിരിക്കുന്നത്. ആ ഭൂമി തിരിച്ചു പിടിക്കണം. എന്തുകൊണ്ട് ആ ഭൂമി തിരിച്ചു പിടിക്കണം? അതല്ലല്ലോ, ഭൂപരിധിയിൽ ഇളവാണ്. ഭൂമി വാങ്ങാൻ ഇവിടെ ആർക്കും തടസ്സമില്ല. അത് ഭൂപരിധിക്കും അപ്പുറത്ത് പോയോ, അല്ലെങ്കിൽ ആ ഭൂപരിധിയിൽ ഇളവ് വേണം എന്നവർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടോ? ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് താങ്കൾ ആവർത്തിക്കുമ്പോൾ അങ്ങനെ ഇടപെട്ടവർക്ക് ഇളവ് വാങ്ങിച്ചു കൊടുത്തോ? ഇതാണ് അതിലെ പ്രശ്നം. എന്നാൽ റോണി കേട്ടോളൂ, അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഈ ചർച്ചയുടെ വഴി അതിലേക്ക് വരാം. ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഞാൻ വരാം, റോണി വരാം. എന്താണ് ഒരു കാര്യം കൂടെ. ഇവിടെ രണ്ടാമത് ഉയർന്ന ആരോപണം എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ല എന്ന് ഉത്തരവ് വന്നിട്ടും ആ ലീസ് റദ്ദാക്കുവാനായിട്ട് എന്തുകൊണ്ട് സർക്കാർ തയ്യാറല്ല? ഇതിലൂടെ രണ്ടു കാര്യങ്ങളോട് മനസ്സിലാക്കണം. കാരണം നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് രസം. കാരണം നിങ്ങളുടെ കേസ് തോറ്റുപോയ കേസാണ് ഇപ്പൊ കോടതിക്ക് പുറത്ത് റോണി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാദിക്കുന്നതിൽ പലതും ഈ പറഞ്ഞതുപോലെ കുഴൽനാടന്റെ ഹർജിയിൽ ഇല്ലാത്ത കാര്യങ്ങളാണെന്നും പറയേണ്ടി വരും. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ തോറ്റു. അതിന്റെ കോണ്ടക്സ്റ്റിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടെ തോറ്റല്ലോ. ഞാൻ അതിൻ്റെ കോണ്ടക്സ്റ്റിലേക്കാണ് വരുന്നത്. ഇത് ഒരു കോടതിയിലെ തോൽവിയല്ല റോണി. ഞാൻ താങ്കളുടെ ഊഴം വരുമ്പോൾ താങ്കൾ അതിലേക്ക് വരിക. പക്ഷേ താങ്കൾ ഈ ഒരു കോടതി കൊണ്ട് തീരുന്നില്ലല്ലോ, ഈ കോടതി എന്നുള്ള നിലയിൽ. പക്ഷേ ഒരു കേസിനെ സംബന്ധിച്ച് അതിൻ്റെ ട്രയൽ കോർട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനപരമായ കോടതി വിധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ഇനിയൊക്കെ ഇതിൻ്റെ പുറത്തേക്കുള്ള യാത്രകൾ മാത്രമാണ്. അതവിടെ പോട്ടെ, എന്തുവാവട്ടെ. ഇതേ വിഷയത്തിൽ കരിമണൽ ഖനനം, തോട്ടപ്പള്ളിയിലെ മണലെടുപ്പിനെ കരിമണൽ ഖനനമാക്കി ചിത്രീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള അഴിമതി ആരോപിച്ച് ഇതാദ്യമായിട്ടല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലേക്ക് മാത്യു കുഴൽനാടൻ തന്നെ അഭിഭാഷകനായി പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ ഹർജിക്കാരനാക്കി മറ്റൊരു കേസും, അങ്ങനെ 2 കേസുകൾ ഹൈക്കോടതി വരെ പോയി. 2 കേസിലും സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും തോറ്റതാണ്. അവിടെ തീരുന്നില്ല. അതിനുശേഷം മൂവാറ്റുപുഴ കോടതിയിൽ മറ്റൊരു പൊതുപ്രവർത്തകൻ ഹർജി കൊടുത്തു. ആ അഴിമതി ഇതേ കോണ്ടെക്സ്റ്റിൽ അഴിമതി ആരോപിച്ചിട്ട് അന്വേഷണം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. ഒരു നിമിഷം, ഞാൻ വരാം. രണ്ടാമത്തത് കോട്ടയം വിജിലൻസ് കോടതിയിൽ, ഹൈക്കോടതിയിൽ മാത്യു കുഴൽനാടൻ്റെ കക്ഷിയായി ഹർജിക്കാരനായി വന്ന അതേ ആൾ ഹർജിക്കാരനായി കോട്ടയം വിജിലൻസ് കോടതിയിൽ കേസ് കൊടുത്തു. ഇതേ കോണ്ടെക്സ്റ്റിൽ ഈ കാര്യങ്ങളാകെ പറഞ്ഞുകൊണ്ട് അഴിമതി, കരിമണൽ അഴിമതി, അതും തള്ളി. അതിനുശേഷം തൃപ്തി പോരാഞ്ഞ് അഭിഭാഷകൻ തന്നെ ഹർജിക്കാരനായി മാറി, കുഴൽനാടൻ തന്നെ ഹർജിക്കാരനായി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഇതേ കോണ്ടെക്സ്റ്റിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് ഹർജി കൊടുത്തു. അത് തള്ളിയതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത്രയും കോടതികളിൽ തള്ളപ്പെട്ടതാണ് എന്ന വസ്തുത കൂടി ഉണ്ട് എന്ന് ഞാൻ റോണി അറിയിക്കുന്നു.